അങ്ങനെ കാരിയർ പിന്നെയും ചതിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ ബോൾട്ട് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ പുതിയ ബോൾട്ട് ഇടണം. സോ ഗൈസ്, ഞങ്ങൾ ട്രാവൽ ചെയ്ത് അഹമ്മദാബാദിൽ നിന്ന് ഹിമ്മത് നഗർ എന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ ലലിത് പ്യൂർ വെജിറ്റേറിയൻ. ഇതാണ് ഹോട്ടൽ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാവൽ ബോയ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും ഇനി ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്ത് അഹമ്മദാബാദിൽ നിന്ന് ഹിമ്മത് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഡൽഹിയാണ്. അപ്പോൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഞങ്ങൾ കവർ ചെയ്തിട്ട് എത്ര കിലോമീറ്റർ ആണെന്ന് കവർ ചെയ്തിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യേണ്ടി പോവുകയാണ്. ട്രാവൽ ബോയ് റെഡി അല്ലേ? യാ, ഓക്കെ. അങ്ങനെ നമ്മുടെ ലഗേജ് എല്ലാം വഴിയിലായി. ട്രാവൽ ബോയ് വഴിയിലായി, ഞാൻ വഴിയിലായി. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ബോൾട്ട് മേടിക്കണം. അടുത്ത ഏതെങ്കിലും കട ഉണ്ടോ നോക്കണം. ട്രാവൽ ബോയ് റെഡി അല്ലേ? നടക്കാം. യാ, അപ്പം നമുക്ക് നേരെ ബോൾട്ട് മേടിച്ചോണ്ട് വരാം. ബോൾട്ട് ഇത് എത്രേൻ്റെ ബോൾട്ടാണ്? 13-ൻ്റെ ബോൾട്ടും ഞെട്ടും വാഷറും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലും ഇപ്പോൾ നന്ദി പറയാനുള്ളത് നമ്മുടെ ഫ്രണ്ട് ഡിലൻ ടി ഡിക്രൂസിൻ്റെ അടുത്താണ്. ഡിലൻ ടി ഡിക്രൂസിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ആ കയ്യിലുണ്ടായിരുന്ന സ്പാനറും പിന്നെ ഞെട്ടും എല്ലാം പുള്ളിക്കാരൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് തന്ന പുള്ളിയാണ്. എൻ്റെ സ്പാനറും ഞെട്ടെല്ലാം പുള്ളി വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല ആ ഞെട്ട് സ്പാനറും കൊണ്ട് പുള്ളിക്ക് എന്താണ് ഉപയോഗമുള്ളതെന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പുള്ളി നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യണം. ആ സ്പാനറും ഞെട്ട് പറ്റുമെങ്കിൽ ഒന്ന് കൊറിയർ ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഗൈസ്, അങ്ങനെ വണ്ടി തള്ളി ഞങ്ങളൊരു കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് ഞെട്ട് മേടിച്ചിട്ടുണ്ട്. സംഭവം വെയിറ്റ് ബാലൻസ് ആകാതെ ഞെട്ട് ഇവിടെ നിന്ന് പൊട്ടിപ്പോകുന്നതാണ്. ഇപ്പോൾ ഒരു പുതിയ ഞെട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് അത് പൊട്ടിപ്പോകും നടുക്ക് വെച്ച്. അപ്പോൾ ഇത് റണ്ണിങ്ങിൽ ഇങ്ങനെ ഷെയ്ക്കാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇത്ര ഞെട്ട് മേടിച്ചു. എന്തായാലും പോയി തിരിച്ചു വരാൻ ഇത്ര ഞെട്ട് ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാഷർ കുറച്ച് അപ്പുറത്തെ കടയിൽ കിട്ടത്തുള്ളൂ. നമ്മുടെ കയ്യിലുള്ള വാഷർ വെച്ച് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെത്തിയതിന് ശേഷം ആ വാഷറും കൂടെ മേടിക്കണം. ട്രാവൽ ബോയ് എന്താണ് പറയാനുള്ളത്? തള്ളി ഊപ്പാട്. അപ്പോൾ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ഇനി അവിടെ പോയി അതും കൂടെ മേടിക്കണം. വാഷർ തപ്പി ഞാനും ട്രാവൽ ബോയ് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഏതാണ് സ്ഥലമൊന്നും ഒരെത്തും പിടിയില്ല ഗൈസ്. ആ കൂടെ അറിയുന്നത് ഗുജറാത്തിലാണെന്ന് അറിയാം. ഏതാണ് ഇവിടെ ഗുജറാത്തിൽ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. എൻ്റെ പൊന്നെ ഗായ്സ്, ഓരോ കട ഓരോരുത്തർ പറഞ്ഞു തരികയാണ്. അപ്പുറത്തെ കടയിലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നടന്ന് വയ്യ ഗൈസ്. ട്രാവൽ ബോയ് എത്രാത്ത കടയാണിത്? യെസ് ഗായ്സ്, കിട്ടിയിരിക്കുന്നു. വാഷർ കിട്ടിയിരിക്കുന്നു. എൻ്റെ പൊന്നെ ഗായ്സ്, കുറേ കടകൾ നടന്ന് ഏറ്റവും അവസാനം ഈ കടയിൽ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാഷർ കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഇത് സൈസ് ചെറുതാണ്. സൈസ് ചെറുതാണ്. നമ്മുടെ ഇതാണ് സൈസ്. ഈ സൈസിലുള്ള വാഷർ ഇവിടെ കിട്ടാനില്ല. എല്ലാവരുടെ കയ്യിലും ചെറുതേ ഉള്ളൂ. സൂട്ടാവോ? ഇതും ഒരു ചെറിയ പിടിക്കണം. ചെറിയത് അതിലുണ്ടല്ലോ. എത്ര ഉണ്ട്? എല്ലാത്തിലും ഉണ്ട് ഉണ്ടല്ലോ. ഓ, ഇത് മതിയോ? ഉറപ്പേനെ? आंध्री है आवत है ना जब बोलूं मैं दिखा देता हूं।
Guys, ഇതല്ല സാധനം. आपने जो बोला ना वो नहीं है मेरे पास, वो नहीं ऐसा आएगा छोटी साइज ऐसी छोटी साइज है हाँ ऐसा नहीं है मेरे पास. പിന്നെയും പണി പാടി ഗായ്സ്, പിന്നെയും പണി പാടി. ഗായ്സ് പുള്ളി പറയുന്നത്, അതായത് വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു തരാമെന്ന് പറയാണ്. ഏത് സൈസിലുള്ള വാഷർ ഇവിടെ അതിൽ സൂട്ടാകുമെന്ന് പുള്ളി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഏകദേശം ജംഗ്ഷനിലാണ് ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നടന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇതിൻ്റെ അകത്തോട്ട് വന്നു. പിന്നെ അവിടെ പോയി വണ്ടി എടുത്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് പുള്ളിക്ക് കാണിച്ചു കൊടുക്കാം. പുള്ളി ഇപ്പോൾ വാഷർ തരുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു കടയിൽ ഈ സാധനം ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ വണ്ടി അവിടെ ഇരിക്കുകയാണ്, അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ചൂടാണ് ഗൈസ്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്. പിന്നെ ഇവിടെ ചെറിയ സീനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇച്ചിരി പ്രശ്നമുള്ള ഏരിയയാണ്. നമുക്ക് കൂടുതൽ ദിവസമൊന്നും ഇവിടെ തങ്ങാണ്ടി പറ്റത്തില്ല. ഇച്ചിരി ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇച്ചിരി ടെററാണ്. അതിൻ്റെ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വഴിയെ വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ശരിയാക്കി കയ്യിലെടുത്ത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം. നടന്ന് വണ്ടിയുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തതിന് ശേഷം അങ്ങോട്ട് പോയി പുള്ളിയുടെ അടുത്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ട്രാവൽ ബൈ അവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പുള്ളി ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ബാക്കിലൊരു ടിപ്പർ കിടക്കുന്നുണ്ട് ഗൈസ്. എന്ത് ഇടിയാണ് ഗൈസ് ഇടിച്ചിരിക്കുന്നത്. ഡ്രൈവർ സീറ്റൊക്കെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ട്രാവൽ ബോയ് വെയിറ്റ് ചെയ്യാണ്. എന്താകുമെന്നറിയില്ല. വാഷറില്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഓടാൻ പറ്റത്തില്ല. വഴിയിൽ വെച്ച് റണ്ണിങ്ങിൽ വെച്ച് നമ്മുടെ വണ്ടിയിൽ നിന്ന് ബോൾട്ട് പൊട്ടുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ വഴിയിലാകും. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വണ്ടി എടുക്കേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓടേണ്ട വാഷറുണ്ട്, പക്ഷേ ഓടി നമുക്ക് പറയാൻ പറ്റില്ല എത്ര കിലോമീറ്റർ വരെ ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇവിടുത്തെ ആൾക്കാർക്ക് KL വണ്ടി കാണുമ്പോൾ ഇച്ചിരി ചൊറിയാണ്. അങ്ങനെ ഒരു സഹോദരൻ കൊണ്ട് തട്ടിത്തന്നതാണത്. ഇവിടെ അന്ന് ക്ലിപ്പിന്ന് ചാടിപ്പോയി സാധനം. ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അതായത് KL വണ്ടി കാണുമ്പോഴത്തേക്കും അവർ നല്ലൊരു ചൊറിയുണ്ട് അവർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ തിരിച്ചൊന്നും പറയാണ്ട് നിൽക്കത്തില്ല, കാരണം അവരുടെ ഏരിയയാണ്. നമ്മൾ വല്ലതും പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ നമ്മുടെ അടുത്ത് ടെററാവും. സോ അതാണ് പ്രശ്നം. ഇവിടെ വെയിറ്റ് ചെയ്യാണ്. വാഷർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുള്ളി അവിടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ആ റെഡ് ടീഷർട്ട് 30 രൂപ മേടിക്കടാ. മേടിച്ചോ? എന്താ ഗൂഗിൾ പേ? അങ്ങനെ വാഷർ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ട്രാവൽ പേ നോക്കട്ടെ. വാഷർ കൂട്ടും കട്ടിയുള്ളൂ. അതിൻ്റെ കുറച്ച് കട്ടിയുള്ളത് ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ വരാം. അതായിട്ടിപ്പോൾ പണിപാളമായിരുന്നു. സത്യം പറഞ്ഞാൽ വാഷറിന് 30 രൂപയാണ് റേറ്റ്. ഞാൻ ഗൂഗിൾ പേയിൽ ടൈപ്പ് ചെയ്തപ്പോൾ 304 ആയി. ഞാൻ ശ്രദ്ധിക്കാണ്ട് UPI പിന്നെ ആഡ് ചെയ്യേണ്ടി പോയതാണ്. പക്ഷേ രണ്ടാമത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 304 എന്ന് പറഞ്ഞ് കിടക്കുന്നു. അങ്ങനെ ഞാൻ അത് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ആഡ് ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ട് പോയ ട്രാവൽ പേ അവർ തിരിച്ചു തരുവാടാ. ഉറപ്പാണ് തിരിച്ചു തരത്തില്ല അവരങ്ങനെ.
കാറ്റാണ്. ഇവിടെ മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞ് തറയിൽ വീഴുന്നുണ്ട്. ശക്തമായ കാറ്റ് കാരണം നമുക്കിപ്പോൾ വണ്ടി ഓട്ടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് ചക്രം നിർത്തി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര കാറ്റാണ്. ഇപ്പം ചെറിയ കാറ്റ് കുറവുണ്ട്. രാജസ്ഥാനിലെ ഒരു പെട്രോൾ പമ്പാണ്. എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ 5ാമത്തെ പെട്രോൾ പമ്പാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മീറ്റർ വരെ ഗൈസ് കാണാൻ സാധിക്കും. കല്ല് വെച്ച് അടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ അവസ്ഥ. ഗൈസ് അടുത്തൊരു പെട്രോൾ പമ്പ് നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു പെട്രോൾ പമ്പും അവരെ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. എല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ പെട്രോൾ പമ്പും ദയനീയ അവസ്ഥയാണ്. നമ്മുടെ ചെറുക്കൻ അവിടെ ഉണ്ട്, ജോജോ ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഗൈസ്. ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗൈസ്. പമ്പ് ക്ലോസ്ഡ് ആണ്. ഇവിടെ എല്ലാം അടിച്ചു പൊട്ടിച്ച് അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ടോട്ടലി സീനാണ് ഗൈസ്. ഇവിടുത്തെ പെട്രോൾ പമ്പൊന്നും അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. എല്ലാം ഇവിടുത്തെ ആൾക്കാർ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്താണ് സംഭവം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടിയിലോട്ട് കയറുകയാണ്. ആരെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവും. സോ നമ്മൾ ടപ്പനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ പെട്രോൾ പമ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് രാജസ്ഥാൻ ബോർഡർ കടന്ന് നമ്മുടെ ഒരു ടോൾ പ്ലാസയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഒരു ടോൾ പ്ലാസയാണ്. ഇപ്പുറത്ത് വന്നിട്ട് കുറേ മലകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സൈഡ് അപ്പുറത്തുണ്ട്. ഇതൊരു ടോൾ പ്ലാസയുടെ തൊട്ടടുത്താണ്. ഞാനുണ്ട്, ജോജോ ഉണ്ട്, നമ്മുടെ ചെക്കൻ ഇവിടെ ഉണ്ട്. ഇതാണ് മലയുടെ ഒരു വ്യൂ. അങ്ങനെ അതിൻ്റെ സൈഡിൽ നിന്ന് അവിടെ എല്ലാം മലകളാണ് കഴിച്ചത്. പോയിട്ട് ലോറി എല്ലാം അവിടെ കൈക്കൂലി കൊടുത്തിട്ടാണ് പോകുന്നത്. 200 രൂപ വെച്ച് പോലീസുകാരന്മാർ മേടിക്കുന്നുണ്ട്. അവരുകൊണ്ട് വണ്ടി നിർത്തുമ്പോൾ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ അവർ കൈ കാണിക്കും. അപ്പോൾ ഫണ്ട് കയ്യിൽ കൊടുക്കണം, അപ്പോഴേ അവർ ലോറി വിടത്തുള്ളൂ. കൊടുക്കാത്ത വണ്ടിയെല്ലാം അവരവിടെ ഇങ്ങനെ സൈഡ് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്.
സോ ഗായ്സ്, അങ്ങനെ ഞങ്ങളൊരു തുരങ്കത്തിൻ്റെ കൂടെ അകത്തൂടെ കടന്നു പോവുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങളൊരു തുരങ്കം സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അതിൻ്റെ അകത്തോട്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. പുറത്തോട്ട് വരുന്ന തുരങ്കമാണ് ഇത്, അകത്തോട്ട് പോകുന്നത്. എന്താ പോലെ ഹെവി ഹെവി. ഗായ്സ്, അങ്ങനെ നമ്മൾ പുറത്തെത്താറായി ഗായ്സ്. നമ്മൾ പുറത്തെത്തി ഗായ്സ്. ട്രാക്കിലുള്ള വണ്ടികൾക്ക് അതേപോലെ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഇവിടെ MVD പോലീസുകാരും ഒരു പ്രശ്നമില്ല. അതായത് അവരവരുടെ ഡ്യൂട്ടി നന്നായി ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ലോഡ് കയറ്റി പോകുന്ന ഈ ട്രക്ക്. നോക്കിക്കുക ഗൈസ്, എത്ര ടൺ ലോഡാണ് ഇതിനുള്ളത്. ബാക്ക് ബ്രേക്ക് ലൈറ്റ് വരെ കാണാത്ത രീതിയിലാണ് ഈ ലോഡ് കൊണ്ട് അവർ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒന്നും അത്രയ്ക്ക് വിഷയമല്ല, പോലീസുകാർക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല ഗായ്സ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞങ്ങളിവിടെ ഇങ്ങനെ നിർത്തിയത്. അതായത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം അത്രയ്ക്ക് സേഫ് അല്ല. അപ്പോൾ ഞങ്ങൾ എളുപ്പം അടുത്ത സ്റ്റേറ്റിലോട്ട് കിടക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ബിക്കോസ് ഞങ്ങൾ ഇന്നലെ രാത്രി നിന്നത് ഒരു പെട്രോൾ പമ്പിലാണ്, ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അവിടെ ലോറി ഡ്രൈവേഴ്സിൻ്റെ ഒരു ക്യാബിനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കും ലോറി ഡ്രൈവേഴ്സിൽ ഒരു 4-5 പേര് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ അടുത്താണ് അവർ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ അതായത് ഞങ്ങളുടെ വണ്ടി KL വണ്ടിയാണെന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ സൗത്ത് ഇന്ത്യൻസ്, അതായത് അവിടെ നിന്ന് വന്നവരാണെന്നൊക്കെ മനസ്സിലായപ്പോൾ അവരുടെ ടോൺ മാറ്റി, സംസാരത്തിൻ്റെ ടോൺ മാറ്റിയിട്ട് അവർ ചീത്ത വിളിക്കുകയാണ്. അതായത് അറിയാവുന്ന ഭാഷയിലുള്ള മലയാള ഭാഷയിൽ ചീത്ത വിളിക്കുകയാണ്. അവർ പറയുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ചീത്തകൾ അവർക്ക് അറിയാവുന്ന ഭാഷയിലുള്ള ചീത്ത, ആരൊക്കെ പറഞ്ഞു കൊടുത്ത ചീത്തകളാണ് അത് വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ബേസ് ചെയ്യാതെ, ഞങ്ങളിത് ഗവനിക്കാതെ ഞങ്ങളത് വിട്ട് കിടക്കുകയായിരുന്നു. പുള്ളിയാണെങ്കിൽ രാത്രി ആയപ്പോഴത്തേക്കും സൗണ്ടായി, പിന്നെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടിട്ട് അവരുടെ എല്ലാവരും അവിടെ വന്നിരുന്നു ഭയങ്കര. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും രാവിലെ ഒരു 6 മണിയോടുകൂടി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വലിയണമെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്കിപ്പാവണം. കാരണം ഞങ്ങളുടെ ലഗേജ് ഞങ്ങളുടെ വണ്ടിയെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അവരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും സ്കിപ്പാവണമെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഞങ്ങൾ രാവിലെ 5:30 തന്നെ അവിടെ നിന്ന് വണ്ടി തിരിച്ച് ഞങ്ങൾ തിരിച്ചു വന്ന് നേരെ ഗുജറാത്ത് എത്തിയപ്പോഴത്തേക്കും ഗുജറാത്തിലുണ്ടായിരുന്ന സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുജറാത്തിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ധാബയിൽ കയറിയപ്പോഴത്തേക്കും ഒരു ബോൾ കണക്കത്തെ ഒരു സംഭവമുണ്ട്, ഒരു 5-6 ബോൾ. അത് നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റഡ് ആയിട്ടുള്ള സാധനമില്ല. അപ്പോൾ അത് ഞങ്ങൾ പേ ചെയ്തത് വന്നിട്ട് 300 രൂപയാണ്. അതായത് 2 പ്ലേറ്റിനും കൂടെ. ഞങ്ങൾ ഒരു പ്ലേറ്റാണ് പറഞ്ഞത്, അവർ 2 പ്ലേറ്റ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സെർവ് ചെയ്തിട്ട് ഞങ്ങളുടെ നിന്ന് മേടിച്ചത് 300 രൂപ. പക്ഷേ തൊട്ടടുത്തിരുന്ന പുള്ളിയുടെ നിന്ന് അവർ 50 രൂപ 60 രൂപ മേടിച്ചുള്ളൂ. അപ്പോൾ അവർക്കറിയാം ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഗുജറാത്തിലുള്ള സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോർട്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലുങ്കി അതൊക്കെ കൊടുത്തിട്ട് റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവരടിക്കും. പിന്നെ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ഫ്രണ്ടിൽ വെച്ച് വെള്ളം പാഴാക്കുകയോ മുഖം കഴുകുകയോ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരടിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരുടെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന, പിന്നെ അവരുടെ ഫുഡ് അതുകൊണ്ട് കളയുക കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് അടി ഉറപ്പാണ് ഗൈസ്. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ദാക്ഷിണ്യം കാണിക്കത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു HP പെട്രോൾ പമ്പിൽ നിർത്തി ഫ്യൂല് കയറ്റിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും പ്രീവിയസ്ലി ഞങ്ങളുടെ ഈ വാഷറും നെറ്റൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ നിർത്തിയായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ HP പമ്പിൽ ഞങ്ങളൊരു വാച്ച്മാൻ്റെ കയ്യിൽ ഗണ്ണ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ആ പയ്യനുമായിട്ട് കമ്പനി ആയതിനു ശേഷം ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ വാച്ച്മാൻ ഗണ്ണ് കയ്യിൽ വെച്ചിരിക്കുന്നത്, പെട്രോൾ പമ്പിൽ എന്തിനാണ് ഈ ഗണ്ണ് യൂസ് ചെയ്യുന്നത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നത്, ഗുജറാത്തിനെ കുറിച്ച് ഒരു കാര്യം അറിയില്ല, ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ഇവിടെ സേഫ് അല്ല. അപ്പോൾ നിങ്ങൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നതാണെന്ന് അറിയുമ്പോൾ അവരിങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ആ പയ്യൻ ട്രാവലിങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ ഇൻഫർമേഷനൊക്കെ പറഞ്ഞു. പിന്നെ അതെല്ലാം ഞങ്ങൾ കണ്ടത് കുറേ പെട്രോൾ പമ്പൊക്കെ അടിച്ച് അവരില്ലാതൊക്കെ വെച്ചിരിക്കും. അതൊക്കെ ഈ വീഡിയോയിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ്ലി നിങ്ങൾക്ക് കാണും. അപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പയ്യൻ പറഞ്ഞത് ജയ്പൂർ പിന്നെ രാജസ്ഥാൻ അവിടെ ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ അതായത് ചിലപ്പോൾ യാദർശികമായി ആരെങ്കിലും കാർ നിർത്തിയിട്ട്
ഹെൽപ്പ് ചോദിക്കും. അല്ലെങ്കിൽ ഓട്ടോയിൽ വരുന്നവർ പഞ്ചറാണെന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കും. ഒരു വണ്ടിക്കും കൈ കാണിച്ച് കഴിഞ്ഞാൽ നിർത്തരുത്. ബിക്കോസ് അത് സേഫ് അല്ല. അവർ വയ്ക്കുന്നൊരു ട്രാപ്പാണ്. നമ്മുടെ കയ്യിലുള്ള ആക്സറീസ് പിന്നെ നമ്മുടെ ലഗേജ് എല്ലാം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പണിയാണത്. പിന്നെ കൂടുതൽ റോബറീസ് നടക്കുന്ന അവിടെയാണ്. അപ്പം നിങ്ങളത് സൂക്ഷിക്കണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ രണ്ടാമത് ഗേൾസ് ഒക്കെ കൈ കാണിക്കുമെന്ന് പറഞ്ഞു. അവർ കൈ കാണിക്കും. അവർ കൈ കാണിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പിനാണ് അവർ കൈ കാണിക്കുന്നത് വിചാരിച്ച് നമ്മൾ വണ്ടി വല്ല സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത ആൾക്കാർ കാണും. അവർ വന്ന് നമ്മുടെ ലഗേജ് എടുത്തുകൊണ്ട് പോകും. അപ്പം ഇങ്ങനെ കുറേ ഇൻഫോർമേഷൻ ആ പയ്യൻ നമുക്ക് തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്തതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ആരെങ്കിലൊക്കെ ഈ റൂട്ടിലോട്ട് അതായത് ഞങ്ങളെ പോലെ വരുന്നെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സോ അത്രത്തോളം റിസ്ക്കിയാണ് ഈ ഏരിയ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ കവർ ചെയ്ത് വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവിടെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് മനസ്സിലാവും, അവരത് സീനാകുമ്പോൾ ഒന്ന് ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ നമ്മൾ യൂട്യൂബിൻ്റെ സിമ്പിളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് അത് അറിയാണ്ടി പറ്റും. സോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം.